പിന്നെ സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി വരുന്ന ആളുകളെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാതിരിക്കുക. കാരണം ഇതൊരു ജീവന്റെ പ്രശ്നമാണ്, ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് അവരെ എന്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, യമനിൽ പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, മനുഷ്യാവകാശ പ്രവർത്തനമാണെന്ന് പറയുന്നു. ഇതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെ തർക്കം വരികയാണ്. അതിലെന്താണ് ഈ ആക്ഷൻ കൌൺസിൽ എന്ന നിലയ്ക്ക് പറയാനുള്ളത്? സാമുവൽ ജെറോം തന്നെ അവകാശപ്പെടുന്നത് 2017 മുതൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2017 മുതൽ പ്രവർത്തിച്ച് ഈ 8 വർഷത്തിനകത്ത് അദ്ദേഹത്തിന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് 3 ജഡ്ജ്മെന്റുകൾ നൽകാൻ വരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി $4000 കൊടുത്തു. ആ ജഡ്ജ്മെന്റുകൾ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്നെ $40,000 പ്രീ നെഗോസിയേഷൻ എന്ന രീതിയിൽ നൽകി. പക്ഷെ അതിന്റെ മറ്റ് പിന്നെ ചർച്ചകളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നുമില്ല. അത് ചോദിക്കുന്ന സമയത്ത് ആ ചോദിച്ച തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിമിഷപ്രിയ ഗ്രൂപ്പ് വിട്ട് പിന്നെ പുറത്തു പോകുന്ന സാഹചര്യമാണ്. $50,000 കൊടുത്ത് അതിലൊരു കണക്കുമില്ല. അത് എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ കണക്കല്ല ചോദിക്കുന്നത്. ഞങ്ങൾ ആ ചർച്ചകൾ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കണ്ടക്ട്, അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആങ്കർമാർ ചോദിക്കുന്ന സമയത്ത് പോലും, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പോലും വളരെ ധാർഷ്ട്യത്തോടു കൂടി ഉള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി എന്നുള്ള സമീപനമാണ്. ഇതേ സമീപനം നമ്മുടെ കമ്മിറ്റിക്കകത്തും എടുക്കുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായി അംഗീകരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത് ക്രെഡിറ്റ് അദ്ദേഹം എടുത്തോട്ടെ, പക്ഷെ നിങ്ങൾ ഈ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ അദ്ദേഹം ഞങ്ങൾ തന്നെ പറഞ്ഞോളാം, അവസാനം ഇത് സാമുവൽ ജെറോമാണ് ഇത് പ്രവർത്തനം നടത്തിയതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം. പക്ഷേ അതുവരെ നിങ്ങൾ തൽക്കാലം ഇത്തരം ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നോ മാറി നിൽക്കണം എന്നുള്ള വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നടത്താനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മലയാളികളും രാജ്യം ഒന്നാകെ പറ്റുന്നവരൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കും. നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നത് കാന്തപുരത്തിന്റെ ആൾക്കാരാണ്, കാന്തപുരവുമാണ്, ഞാനല്ല, ഒരിക്കലുമല്ല. ഉസ്താദിന്റെ മാനസിക വലിപ്പം, ആ മനസ്സിന്റെ നന്മ അത്രേ അതിനകത്തുള്ളൂ. അല്ലാതെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത്രയും വിഷമാണ് ആ സ്ത്രീ. അവരെ രക്ഷപ്പെടരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇവിടെ വന്നാലും അവരെ സൂക്ഷിക്കണം. കാരണം അവരെ നമുക്ക് ചുറ്റും നടത്താനൊക്കത്തില്ല. അമ്മാതിരി ഒരു സാധനമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി വിഷയത്തിലേക്ക് വരാം. സാമുവൽ എന്തിനാണ് ഈ പേക്കൂത്ത് അത്രയും കാണിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവരെ പറ്റിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തുനിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക, ആ ഫണ്ട് അവിടെ ചെലവഴിച്ച് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർത്ത് വർഷങ്ങളായിട്ട് ഈ ഒരു പൈസയിലാണ് അയാൾ ജീവിച്ചത്. അമ്മയെ അവിടെ കൊണ്ടുപോയി, അമ്മയെ അവിടെ സെറ്റിൽ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ ചെയ്തു എന്ന് പറഞ്ഞ് നിസ്സാര തുക അവർക്ക് ചെലവാക്കി ബാക്കി പൈസ മുഴുക്കയും അടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഇവനിപ്പോൾ ഈ വന്ന് കാസാക്കാരും കൂടെ പൈസ കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഇപ്പോൾ കാന്തപുരം വന്നു കഴിഞ്ഞാൽ ഇവളെ റിലീസ് ചെയ്ത് കൊണ്ടുവരും. ഈ ജയിൽ മോചിതയാക്കി നാട്ടിലേക്ക് എത്തിക്കുമെന്നും അവന് മനസ്സിലായി. അദ്ദേഹം അവരുമായിട്ടൊക്കെ പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിക്കാൻ ഈ ഒരു പണ്ഡിതന് സാധിക്കുമെന്നും അത് തീർച്ചയായിട്ടും നടക്കുമെന്നും പൂർണ്ണ ബോധ്യപ്പെട്ടപ്പോഴാണ് അവൻ ഇളകിയതും. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം? അദ്ദേഹവും എഫർട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഈ കൂടെ ഉള്ള ഒരാൾക്കും അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. സ്പെഷ്യലി ഈ കമ്മ്യൂണിറ്റി ഓറിയൻറ്റ് ചെയ്തുള്ള ആൾക്കാരല്ല, അല്ലാത്തവർക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ മോശപ്പെട്ട ഈ ഒരു പ്രചരണം കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. നമ്മുടെ സംഘികൾ ഇതാണ്, അവരെ കൊണ്ട് ഇതേ അറിയാവുള്ളൂ. അവർ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ക്രിസംഘികൾക്കും ഇതേ അറിയുള്ളൂ എന്നാണ് സത്യാവസ്ഥ. ഇത് എടുത്തു വെച്ച് ആഘോഷിച്ച് ഇപ്പം അങ്ങ് കാന്തപുരം ഉസ്താദിൻ്റെ ജെന്യുവിനിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കുത്ത് കാണിച്ച എല്ലാ നായ്ക്കൾക്കും മനസ്സ് നിറഞ്ഞു കിട്ടിയെന്നാണ് എനിക്ക് പിടികിട്ടിയത്. ഇനി ഒരു വിഷയം കൂടെ പറയാം. ഇപ്പം ഈ പറഞ്ഞത് കണക്ക് പേയ്മെൻ്റ് അവിടെ നല്ല പോലെ അവൻ്റെ കയ്യിൽ കിട്ടി, അത് വെച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി കാന്തപുരം പറഞ്ഞ കണക്ക് കേട്ടിട്ട് അവരെ റിലീസ് ചെയ്തിട്ട് നാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവ എന്ത് പറഞ്ഞ് പിരിക്കും? അവനെ പിരിക്കാനുള്ളൊരു ഇതുണ്ടോ? ഇയാൾ ചോദിച്ച ചോദ്യം വളരെ ജെന്യൂനാണ്. നീ ഇത്രയും ദിവസം ചെയ്തതെന്ത്? നീ ഇത്രയും ദിവസം നിന്നെ കൊണ്ട് എന്ത് സാധിച്ചു? ഇന്നലെ അവൻ പറഞ്ഞത് എന്താണ്? ഇത് കാന്തപുരമല്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഓക്കെ, സമ്മതിച്ചു, നീ കഷ്ടപ്പെട്ട് ചെയ്തു, എന്നാൽ ഇറക്ക്, റിലീസാക്ക്. നല്ല കാര്യമാണ് കുട്ടികൾ അറിഞ്ഞത്. അതുകൊണ്ട് ഇത് ഇനിയും ഡിലേ ആകട്ടെ. കാന്തപുരത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ആ പെണ്ണുമ്പിള വരുന്നെങ്കിൽ അങ്ങനെ വരട്ടെ, അല്ലാതെ വരരുത്. ഇത് മുഴുക്ക നുണപ്രചരണമായിരുന്നു. 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക. കൃത്യമായിട്ടും കേന്ദ്രത്തിന് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ മുക്കിന് രാജ്യങ്ങളിൽ ഓടുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് അവിടം വരെ പോകാൻ പറ്റാത്തത്? പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? നടക്കൂല, അയാൾ ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി വന്നാലും വിശ്വഗുരുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. മോങ്ങിജിയാണ് രക്ഷിച്ചതെന്ന് പറയും.
ഒരു കാരണവശാലും ആര് പോയാലും സംസാരിച്ചാൽ ഇത് ശരിയാവത്തില്ല. കാരണം അവരുടെ കുട്ടിയുടെ ജീവൻ്റെ വില പൈസയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ നിശ്ചയിച്ച സ്ഥിതിക്ക് ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അത്രയേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഉറപ്പും പറയാക്കില്ല, ഒരു ഷുവർട്ടിയും ഇല്ല പെണ്ണിൻ്റെ ലൈഫിന്. എപ്പോൾ വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അവരെ കൊന്നുകളയാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുഴുക്ക കാരണം അവളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ വൃത്തികെട്ടവനാണ്. ഒരു പക്ഷേ ഇതിന് മുമ്പേ തന്നെ അവളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അവൻ വിചാരിച്ചില്ല, കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്തു. ആ പെണ്ണിനെ കൊണ്ട് ഫോണിൽ കൂടെ സംസാരിപ്പിച്ച് സോഷ്യൽ മീഡിയത്തിലേക്ക് അത് ഇട്ടിരുന്നു. ഒരു സമയത്ത് അവൾ തന്നെ ഫോണിൽ കൂടെ പറഞ്ഞിരുന്നു, ഞാൻ കൊന്നതല്ല, കൊന്നാനുള്ള കാരണം ഇങ്ങനെയാണ്, ഞാൻ കുറ്റക്കാരിയല്ല എന്ന്. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബക്കാർക്ക് കൂടുതൽ വേദന ഉണ്ടാകും. തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തി കുറേ കൂടെ സ്ത്രീലമ്പടനായിട്ടൊക്കെ അവൾ ചിത്രീകരിച്ചുകൊണ്ട് വോയിസ് കൊടുത്തിരുന്നു. അത് കൊടുത്തിരുന്നത് ഈ പറയുന്ന സാമുവലിൻ്റെ കയ്യിലാണ്. അവനത് പബ്ലിഷ് ചെയ്തത് കൂടുതൽ ദിവസത്തേക്ക് ഇവളെ ഒരു കാരണവശാലും പുറത്തു വിടാതെ അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഒരു കൺഫ്യൂഷൻ വരും. ഇവർ കേസ് കൊടുത്തിരിക്കുന്നതാണ്, ഇതിങ്ങനെ നീണ്ടു പോകും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരും കുറച്ച് ഹോൾഡ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇവന് കാശുണ്ടാക്കി അവൻ്റെ കുടുംബം പോവുക. 5-6 വർഷമായിട്ട് ഇവൻ ആ പൈസ കൊണ്ടാണ് ജീവിച്ചത് എന്നുള്ളതാണ് സത്യം. ഇവനെ കൊണ്ട് നടന്നത് ഇത്രയും ദിവസം വിചാരിച്ചിട്ട് നടക്കാത്തടത്ത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടാൽ നടക്കുമെന്ന് പൂർണ്ണ ബോധ്യം വന്നിട്ട് അവൻ മനസ്സിലാക്കിയതാണ്, ഇറങ്ങരുത്, നിമിഷം ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പോഴും അവൻ വന്നിരുന്നു കൊണ്ട് വീണ്ടും വായ്ത്താളം അടിക്കണം. ആ അമ്മയ്ക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ മകളെ കൊല്ലാനുള്ള എല്ലാ പഴുതുകളും അവൻ തന്നെയാണ് ഓപ്പൺ ചെയ്തു വെച്ചത്. പഴുതടച്ച് തിരിച്ചു കൊണ്ടുവരാൻ നിന്ന കാന്തപുരത്തിന് നിങ്ങൾ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ തള്ളിപ്പറയുക മാത്രമല്ല, ഈ പ്രാന്തൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വീഡിയോ വരെ ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ മകൾക്ക് ദോഷമായിട്ടേ വരുള്ളൂ. നിങ്ങളുടെ മകൾ മരണപ്പെടും. അത് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇനിയും സമയമുണ്ട്. ആരെങ്കിലും ഒരു വിചിന്തനം നടത്തിയാൽ ഒരുപക്ഷെ ഇത്രയധികം പേര് പോയി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കാന്തപുരം ഉസ്താദ് എന്തെങ്കിലും ചെയ്തു എന്ന് വരാം, ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് മിണ്ടരുതെന്നാണ്. കാരണം അത്രത്തോളം ഇവരെടുത്തിട്ട് അവഹേളിച്ച് 2 ദിവസം നമ്മൾ കണ്ടതല്ലേ. എന്തുവായിരുന്ന എല്ലാവരും ഓടിക്കൊണ്ടുവരുന്നു അതെടുക്കാൻ. ഇനി മലം ടി വിയിൽ ആരിഫ് ഹുസൈനും ആ പറയുന്ന നാറി പെണ്ണുമ്പുളയും എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തെല്ലാം പോക്കൃത്തരങ്ങളാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയിരുന്നത്. 100% അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ് ഇത് സക്സസ് ആയിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അത് തെളിയിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഡിലേ വന്നത്, കുട്ടികളെ ഇടം തിരിഞ്ഞു നിന്നത്. ഇനിയും നമുക്ക് കുറച്ചുകൂടെ സാവകാശം കൊടുത്താൽ ഒരു പക്ഷേ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പ്രതീക്ഷകളില്ല. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. സാമുവൽ എന്ന കള്ളനെ അവരെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് ഉണ്ടായതെന്നുള്ളതാണ്. ഇവൻ കള്ളനാലേ അറിയപ്പെടത്തില്ലായിരുന്നു. വായി കൊടുത്ത് അവൻ്റെ കള്ളത്തരം പൊതുസമൂഹത്തിന് അവൻ തന്നെ കാണിച്ചു കൊടുത്തെന്നാണ് എനിക്ക് മനസ്സിലായത്. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.